രഞ്ജിനി ഹരിദാസിന്റെ കുതന്ത്രങ്ങൾ, കുത്തിത്തിരിപ്പുകൾ അല്ലെങ്കിൽ കാഞ്ഞ ബുദ്ധി എന്നൊക്കെ നമുക്ക് പറയാം. ഇത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിൽ ഇത്തരം ബുദ്ധികൾ പ്രയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അതിനുശേഷം നിങ്ങൾ നിശ്ചയിക്കുക രഞ്ജിനി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്. 2-3 ഇൻസിഡന്റുകളുണ്ട്. പക്ഷെ ആദ്യം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾ ആരും ഒരാൾ പോലും നോട്ട് ചെയ്യാത്ത ഒരു സംഭവം ഞാൻ പറയാം. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നേരത്തെ തോന്നിയിരുന്നു എങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ദിവസമാണ്. 3 ജഡ്ജസാണ്. ടോട്ടല് 40 കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ജഡ്ജസിൽ ഒരു ജഡ്ജാണ് രഞ്ജിനി ഹരിദാസ്. രഞ്ജിനിയെ കൂടാതെ അഖിൽ മാരാരും റിയാസ് സലീമും ഉണ്ട്. ആങ്കറായിട്ട് റെനീഷ റഹ്മാനും ഉണ്ട്. ആദ്യം തന്നെ 40 കണ്ടസ്റ്റൻസിൽ നിന്ന് ഒരു ടാസ്ക് കൊടുത്തിട്ട് 50% ആളുകളെ എലിമിനേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 20 പേര് മാത്രമേ ഉള്ളൂ. ഈ 20 പേരെ 3 സെറ്റ് ടീമായിട്ട് തിരിക്കണം. 20 പേരെ കറക്റ്റ് 3 സെറ്റായിട്ട് തിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് 2 ടീമിൽ 7 വീതം വെച്ചും അവസാന ടീമിൽ 6 പേരും. ഓരോ ടീമിൽ നിന്നും ഓരോ വിന്നറുണ്ട്. അതായത് രഞ്ജിനി ഹരിദാസിന് ഒരു വിന്നറെ പ്രഖ്യാപിക്കാം, അഖിൽ മാരാർക്ക് ഒരു വിന്നറെ പ്രഖ്യാപിക്കാം അവരുടെ സ്വന്തം ടീമിൽ നിന്ന്. അതുപോലെ റിയാസ് സലീമിനും ഒരു വിന്നറെ പ്രഖ്യാപിക്കാം. ഈ സീസണിലായിരിക്കും ഏറ്റവും കൂടുതൽ കോമണർ മത്സരിക്കാൻ പോകുന്ന സീസൺ. പക്ഷെ എന്നാലും ഇവിടെ രഞ്ജിനി ഹരിദാസ് മനഃപൂർവ്വം ഒരു ഗേൾസ് ഒൺലി ടീമിനെ മാത്രം സെലക്ട് ചെയ്യുന്നു. അതിന്റെ അർത്ഥം രഞ്ജിനിയുടെ ടീമിൽ നിന്ന് ജയിക്കുന്നത് ഒരു ലേഡി ആയിരിക്കും. എങ്ങനെ വന്നാലും ഇന്റേണൽ ടു ടീം മത്സരം നടത്തിയിട്ടാണ് ഒരാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഒരു ഗേൾ വിജയാകുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷേ രഞ്ജിനി അത് മനഃപൂർവ്വം സെലക്ട് ചെയ്തതുപോലെ തോന്നി. ഇത് ചെയ്യാനുള്ള അവകാശം രഞ്ജിനിക്കുണ്ട്. തീർച്ചയായും ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ എന്ത് തന്ത്രവും കുതന്ത്രവും നമുക്ക് പ്രയോഗിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. ബിഗ് ബോസ് തന്നെ തന്ത്രം പ്രയോഗിക്കുന്ന ആളുമാണ്. ഇത് വെറും തുടക്കം മാത്രമാണ്. ആദ്യ ദിവസമാണ്. ഇനിയും ഒരുപാട് മത്സരങ്ങൾ വരും, ഒരുപാട് പോയിന്റുകൾ കിട്ടും. പക്ഷെ രഞ്ജിനിയുടെ ടീമിൽ നിന്ന് ജയിക്കുന്നത് എപ്പോഴും ഒരു ലേഡി മാത്രമായിരിക്കും. ഒരു പക്ഷേ ഒരു സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്താനായിട്ട് ബിഗ് ബോസ് കളിച്ച കളിയാകാം. ഇവിടെ കമന്റ് ചെയ്യേണ്ട നിങ്ങളാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?